അനശ്വര പ്രണയത്തിന്റെ ഉദാത്തമായ ഉദാഹരണമാണ് എലനേസർ ഇസബൽ മേ എന്ന ഇംഗ്ലണ്ടുകാരിക്ക് മൂന്നാറിൽ നിർമ്മിക്കപ്പെട്ട ശവകുടീരം. ക്രിസ്തുമസ് തണുപ്പുള്ള ആ പ്രണയകഥയ്ക്ക് 125 വയസ്സ് കഴിഞ്ഞു. മഞ്ഞിൻ കണങ്ങൾ കുടഞ്ഞിടാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കല്ലറയോളം പഴക്കമുള്ള ഓക്കുമരങ്ങൾ ഈ പ്രണയകുടീരത്തിന് കാവലാണ്. പഴയ മൂന്നാറിലെ കുന്നിൻപുറത്ത് മഞ്ഞ് വീണുടയുന്ന മലനിരകൾക്ക് മുകളിൽ തല ഉയർത്തി നിൽക്കുന്ന മൂന്നാർ CSI ക്രൈസ്റ്റ് ദേവാലയത്തിലാണ് ഉറ്റവരുടെ കാലൊച്ചിക്ക് കാതോർക്കുന്ന എലേനറുടെ കല്ലറ. മഞ്ഞും മഴയും വെയിലും കൂട്ടിക്കുഴച്ച കാലത്തിന്റെ ചായക്കൂട്ടുകൾ പടർന്ന കല്ലറയുടെ തലയ്ക്കൽ എലേനർ ഇസബൽ മേ എന്ന് ഇംഗ്ലീഷിൽ കൊത്തിവച്ചിരിക്കുന്നു. വയസ്സ് പ്രായമുള്ളപ്പോഴാണ് 1894 ഡിസംബർ 23 എലേനറുടെ മരണം. കാട്ടുചെടികൾ അതിർവരമ്പ് തീർത്ത കല്ലറയ്ക്കുള്ളിൽ തൂമഞ്ഞിന്റെ പുതപ്പ് വലിച്ചിട്ട് എലേനർ ഇന്നും ഉറങ്ങുന്നു. ദീർഘനാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇംഗ്ലണ്ടിൽ വെച്ച് എലേനറും ഹെൻറിയും വിവാഹിതരാകുന്നത്. മധുവിധു ആഘോഷിക്കാനാണ് ഇരുവരും കപ്പൽ മാർഗം ശ്രീലങ്ക വഴി ബോഡിമെട്ട് ചുരം നടന്നു കയറി മൂന്നാർ മലമുകളിലെത്തിയത്. യാത്രാക്ഷീണത്താൽ എലേനർ അവശയായിരുന്നു. മൂന്നാർ പുഴയുടെ തീരത്ത് മഞ്ഞിന്റെ വശ്യതയിൽ പ്രിയതമന്റെ മടിയിൽ തലചായ്ച്ചു കിടന്ന എലേനർ ഹെൻറിയുടെ കാതിൽ പറഞ്ഞു, "എത്ര സുന്ദരമാണ് ഈ പ്രദേശം. ഇതാണ് ഭൂമിയിലെ സ്വർഗം. ഞാൻ മരിച്ചാൽ കുന്നിൻ മുകളിലെ ഈ സ്വപ്നഭൂമിയിൽ എന്നെ അടക്കം ചെയ്യുക." തമാശയെന്ന് കരുതി ഹെൻറി പൊട്ടിച്ചിരിച്ചു. പക്ഷേ വാക്കുകൾ അറം പറ്റിയതുപോലെ വിവാഹത്തിന് ശേഷമുള്ള ആദ്യ ക്രിസ്തുമസിന് കാത്തിരിക്കാതെ കോളറ ബാധിച്ച് 3-ാം നാൾ എലേനർ മരിച്ചു. പ്രിയതമയ്ക്ക് നൽകിയ വാക്ക് പാലിച്ച ഹെൻറി ബന്ധുക്കൾ പറഞ്ഞത് വകവയ്ക്കാതെ എലേനർ പറഞ്ഞ സ്ഥലത്ത് മൃതദേഹം സംസ്കരിച്ചു. കൂടാതെ മനോഹരമായ ഒരു പ്രണയകുടീരവും നിർമ്മിച്ചു. എലേനറുടെ ബന്ധുക്കൾ ഇപ്പോഴും കല്ലറ സന്ദർശിക്കാനെത്താറുണ്ട്. പറഞ്ഞും കേട്ടും അറിഞ്ഞ കഥകളിലൂടെ എലേനറും ഹെൻറിയും ഇന്നും മൂന്നാറിൽ മുംതാസും ഷാജഹാനുമായി ജീവിക്കും. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല, അതെയും താണ്ടി പുനിതമാനത്.